നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് മറ്റൊരു വിഷയവുമായിട്ടാണ്. നോമ്പ് കാലത്തെ ഭക്ഷണ ക്രമീകരണം. എല്ലാ മതത്തിലും നോമ്പിനെക്കുറിച്ച് പറയാറുണ്ട്. ഇസ്ലാം മതത്തിലായിക്കോട്ടെ, ഹിന്ദു മതത്തിലായിക്കോട്ടെ, ക്രിസ്തീയ മതത്തിലായിക്കോട്ടെ, എല്ലാവരും അവരവരുടെ മതഗ്രന്ഥങ്ങളിൽ പറയുന്നത് പോലെ നോമ്പ് അനുഷ്ഠിക്കാറുമുണ്ട്. എന്താണ് നോമ്പ് കൊണ്ടുള്ള നേട്ടം? നോമ്പെടുക്കുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഞാൻ ഇന്ന് ആ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഞാൻ ആമുഖമായിട്ട് 1-2 കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. നോമ്പ് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഒന്നാമതായിക്കൊണ്ട് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ചെടുക്കാൻ സാധിക്കുന്നു. രണ്ടാമത്, നോമ്പെടുക്കുന്നതിലൂടെ നമ്മൾ ദൈവഭക്തനായിട്ട് മാറുന്നു, ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ദയ, അനുകമ്പ പോലെയുള്ള വികാരങ്ങളെ നമുക്ക് നമ്മുടെ ആത്മാവിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നോമ്പ് എന്ന് പറയുന്നത് ഇസ്ലാമിലെ പഞ്ചകർമ്മങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ്. എന്നാൽ നമസ്കാരം പോലെ അത്ര കർക്കശം അല്ലതാനും. നോമ്പിന് ഒരുപാട് ഇളവുകൾ ഇസ്ലാം മതം കൽപ്പിച്ചിട്ടുണ്ട്. യാത്രക്കാരായ ആൾക്കാർ, രോഗികളായ ആൾക്കാർ, അതേപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ, ഇവർക്കൊക്കെ ഒരുപാട് ഇളവുകൾ മതം അനുശാസിക്കുന്നുണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഒന്നാമതായിട്ട് പറയാനുള്ളത്, പ്രഭാതത്തിന് മുമ്പായിട്ടുള്ള അത്താഴം നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണമെന്നുള്ളതാണ്. നമ്മളിൽ പലരിലും കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത്, ഈ നോമ്പ് കാലത്ത് എല്ലാ ജോലികളിലും രാത്രിയിലേക്ക് മാറ്റിവെക്കും. അങ്ങനെ രാത്രി ജോലി ചെയ്ത് 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന ഒരു പ്രവണത പലരിലും കണ്ടുവരാറുണ്ട്. എന്നാൽ അത് ഒരു ശരിയായ പ്രവണതയല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നോമ്പെന്ന് പറയുന്നത് സുബ്ഹി ബാങ്കിന് മുമ്പായി, ഒരു അരമണിക്കൂർ മുമ്പായി കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പോൾ സുബ്ഹി ബാങ്കിന് ശേഷം, അത് പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള ഒരു സമയമാണ് നമ്മുടെ നോമ്പിൻ്റെ സമയദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സമയം നമ്മൾ നല്ല ഊർജ്ജസ്വലനായിട്ട് ഇരിക്കണമെങ്കിൽ, നമ്മുടെ ദൈനംദിന പ്രവർത്തനം ചെയ്യാൻ ആവശ്യമായ ഊർജ്ജം നമുക്ക് ലഭിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും പോഷകസമ്പുഷ്ടമായ ഒരു അത്താഴം നമ്മൾ കഴിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത്താഴം നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒരു സംഗതിയാണ്. രണ്ടാമതായിക്കൊണ്ട് പറയാനുള്ളത്, അമിത ഭക്ഷണം അരുത് എന്നുള്ളതാണ്. പൊതുവെ തമാശക്ക് നമ്മൾ പറയാറുണ്ട്, നോമ്പ് കാലം ഭക്ഷണത്തിൻ്റെ ഒരു സമയമാണെന്ന് പറയാറുണ്ട്. അടുക്കള ഒരു പരീക്ഷണശാലയും നമ്മൾ ഒരു പരീക്ഷണ വസ്തുവായിട്ട് മാറുന്ന സമയമാണ് നോമ്പ് കാലം. നോമ്പ് തുറക്ക് നമ്മൾ നമ്മുടെ തീന്മേശയിൽ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരുപാട് വിഭവങ്ങൾ അന്ന് പരീക്ഷിക്കപ്പെടേണ്ട ഒരു ദിവസം കൂടിയാണ്. പക്ഷേ നമ്മൾ നോമ്പ് തുറ സമയത്ത് നമ്മൾ കഴിക്കേണ്ട ആഹാരത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. സമീകൃത ആഹാരമായിരിക്കണം, പോഷക സമ്പുഷ്ടമായിരിക്കണം എന്നുള്ളതാണ്. അധികം കൊഴുപ്പ് കലരാത്ത ഭക്ഷണമായിരിക്കണം. കാരണം കൊഴുപ്പ് അധികമായി കഴിഞ്ഞാൽ അത് ദഹന തടസ്സത്തിനും അതേപോലെ തന്നെ ശരീരഭാരത്തിനും കാരണമാവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കൊഴുപ്പ് കുറഞ്ഞ ഇലക്കറികളും പയറുവർഗ്ഗങ്ങളും ഉൾപ്പെട്ട ഒരു ഭക്ഷണ രീതിയായിരിക്കണം നമ്മൾ നോമ്പ് കാലത്ത് കൂടുതലായിട്ടും തിരഞ്ഞെടുക്കേണ്ടത്. മൂന്നാമതായിക്കൊണ്ട് പറയാനുള്ളത്, എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നോമ്പ് തുറ സമയത്ത് നമ്മുടെ തീന്മേശയിൽ പലതരത്തിലുള്ള സ്നാക്സുകളും നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ബേക്കറി ഐറ്റംസ്, മധുര പലഹാരങ്ങൾ. ഇത് കൊണ്ടുള്ള ദോഷം എന്ന് പറയുന്നത്, ഈ എണ്ണയിൽ വറുത്ത ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് കൊഴുപ്പുകൾ അടിഞ്ഞുകൂടാനും അതേപോലെ തന്നെ നോമ്പ് കാലത്ത് ക്ഷീണം തോന്നാനും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാക്കുന്നതിനും ഒക്കെ കാരണമാകുന്നു. അതുകൊണ്ട് കഴിവതും ഈ എണ്ണയിൽ വറുത്ത ഭക്ഷണം ഒഴിവാക്കിയിട്ട് പകരം നമുക്ക് ആ തൽസ്ഥാനത്ത് ഫ്രൂട്ട്സുകൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സാധാരണ ചില ആൾക്കാരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഉപ്പിൻ്റെ അമിത ഉപയോഗം കാണാം. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ചോറിലായിക്കോട്ടെ കറിയിലായിക്കോട്ടെ, കറിയുടെ ടേസ്റ്റിനേക്കാളും ഉപ്പിൻ്റെ ടേസ്റ്റ് ഒരൽപ്പം കൂടിയിരിക്കണം എന്ന് ശഠിക്കുന്ന ചില ആൾക്കാരുണ്ട്. നോമ്പ് കാലത്ത് കഴിവതും ഈ ഉപ്പിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം ഈ നോമ്പ് കാലത്ത് ഉപ്പ് അമിതമായി കഴിഞ്ഞാൽ വെള്ളത്തിന് കൂടുതലായിട്ട് നമുക്ക് ഒരു തോന്നൽ വരും. അതായത് ദാഹം കൂടുതലാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഉപ്പിൻ്റെ ഉപയോഗം ഒരൽപ്പം കുറച്ച് നിർത്തുക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വെള്ളം അധികരിപ്പിക്കുക എന്നുള്ളതാണ്. സാധാരണ നോർമൽ അവസ്ഥയിൽ നാം കുടിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ദിവസവും 8-10 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. കാരണം നോമ്പ് കാലം അതോടൊപ്പം ചൂടും കൂടിയായതുകൊണ്ട് ഡീഹൈഡ്രേഷൻ പോലെയുള്ള അവസ്ഥയിലേക്ക് പോകാനും നമുക്ക് ബോധക്ഷയം സംഭവിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വെള്ളം അധികരിപ്പിക്കുക എന്നുള്ളതാണ്. വെള്ളത്തിൽ പെടുന്ന ദ്രാവക രൂപത്തിൽപ്പെടുന്ന മറ്റ് പാനീയങ്ങൾ, അതായത് ജ്യൂസ്, പാല്, സൂപ്പ് എന്നിവയും ധാരാളമായിട്ട് കുടിക്കുക. കഴിവതും കാപ്പിയും ചായയും ഒഴിവാക്കുക. കാരണം കാപ്പിയിലും ചായയിലും കഫീൻ അടങ്ങിയത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ധാതു ലവണങ്ങൾ നഷ്ടമാക്കാൻ അത് കാരണമാകുന്നു. അതുകൊണ്ട് കാപ്പിയും ചായയും കഴിവതും ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും സാന്നിധ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നോമ്പ് തുറ സമയത്ത് ധാരാളമായിട്ട് പഴങ്ങൾ അധികരിപ്പിക്കുക.
പപ്പായ, പേരക്ക പോലെയുള്ള പഴങ്ങൾ അധികരിപ്പിക്കുക. കാരണം ഈ നോമ്പ് 12-13 മണിക്കൂർ നമ്മൾ അന്നപാനീയങ്ങളൊന്നുമില്ലാത്ത ഈ വയറ് എംറ്റി ആയി കിടക്കുന്നത് കൊണ്ട് നമ്മുടെ വയറ് നന്നായിട്ട് ചൂടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ മലബന്ധം പോലുള്ള കാര്യങ്ങൾ നമുക്ക് അനുഭവപ്പെടാം. അത് ഒരു പൈൽസിൻ്റെ രൂപത്തിലേക്ക് ചെന്നെത്താൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നോമ്പ് തുറ സമയത്ത് ധാരാളമായിട്ട് പഴങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അത്താഴ സമയത്ത് പച്ചക്കറി, ഇലക്കറികൾ ധാരാളമായിട്ട് ഉപയോഗിക്കുക, പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കുക. ഇതൊക്കെ നാം ചെയ്യേണ്ടിയിരിക്കുന്നു. മറ്റൊരു നോമ്പ് കാലത്ത് കഴിക്കേണ്ട ഒരു ഊർജ്ജദായക ഫലമാണ് ഈത്തപ്പഴം എന്ന് പറയുന്നത്. കാരണം നോമ്പ് തുറ സമയത്ത് നമുക്ക് സുന്നത്തായി കൽപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് കാരക്ക കൊണ്ടോ അല്ലെങ്കിൽ ഈത്തപ്പഴം കൊണ്ടോ നോമ്പ് തുറക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഈത്തപ്പഴത്തിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ പേശികളുടെ പുനർനിർമ്മാണം, അതേപോലെ തന്നെ നമ്മുടെ നാഡികളുടെ പ്രവർത്തനം എളുപ്പമാക്കുന്നതിനും ഈ ഈത്തപ്പഴം ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. ഈത്തപ്പഴത്തിൽ ധാരാളം പഞ്ചസാര അടങ്ങിയത് കൊണ്ട് അമിതമായ ഈത്തപ്പഴത്തിൻ്റെ ഉപയോഗം നല്ലതല്ല. ഈത്തപ്പഴം ഡെയിലി ഒരു 4-5 കായ കഴിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. നോമ്പ് കാലത്തെ ആഹാര ക്രമീകരണത്തിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊരു വിഭവമാണ് മാംസാഹാരം, ഇറച്ചിയും മീനും. ഇറച്ചിയും മീനിൻ്റെയും അമിത ഉപയോഗം നമ്മുടെ ശരീരത്തിൽ ദോഷമായി പ്രതിഫലിക്കും. അത് കൊളസ്ട്രോളിനും അതേപോലെ അമിതവണ്ണത്തിനും ഒക്കെ കാരണമാകും. എന്നാൽ കഴിക്കുന്നതിൽ മിതത്വം പാലിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം ലഭിക്കത്തക്ക രീതിയിലാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഒരു 50 ഗ്രാം മുതൽ 100 ഗ്രാമിനിടക്കാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അത് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളതാണ്. ഈ മാംസാഹാരത്തിൽ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയത് കൊണ്ട് അത് നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളുടെ പുനർനിർമ്മാണത്തിനും അതേപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഒരുപാട് സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ നോമ്പ് കാലത്തെ നമ്മുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.